ജന്മാദ്യസ്തേതോന്നയാതിതരതച്ചാർത്തൈഷവിജ്ഞസ്വരാർത്തൈനെ ബ്രഹ്മകൃതായ ആധികവേ മുഖ്യന്തേ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര തിസർഗോമുഷാ താംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. കുന്തി ദേവി ഭഗവാനെ സ്തുതിക്കുന്നതാണ്. 38ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞത്. ഇവിടെ പറയുകയാണ്, ഏഷാമ്യജാന്യൽ ഭവത പദാംബുജാൽ പരായണൻ രാജസ് യോജിതാംബസാം. അല്ലയോ ഭഗവാനെ, ഞങ്ങളിപ്പോൾ രാജ്യം ജയിച്ചു, കിട്ടി, തോൽപ്പിച്ചു ശത്രുക്കളെ എന്നൊക്കെ പറഞ്ഞാലും ദുഃഖം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ഈശ്വരൻ ഇല്ലെങ്കിൽ. അതുകൊണ്ട് അങ്ങയുടെ പാദപത്മത്തിൽ ഞങ്ങളെ യോജിപ്പിക്കുക, അതല്ലാതെ ഞങ്ങൾക്ക് വേറെ ആശ്രയം ഇല്ല. ദുഃഖമല്ലാണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ജയിച്ചാലും കിട്ടില്ല, തോറ്റാലും കിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് സുഖം കിട്ടുക? ഭഗവത് പാദപത്മത്തെ ആശ്രയിക്കുന്നത് കൊണ്ട് മാത്രം. രാജത്ത് യോജിതാമസ, അങ്ങയുടെ പാദപത്മത്തോട് കൂടിയിട്ട് ഞങ്ങളുടെ മനസ്സിനെ സദാ യോജിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കേവയം നാമരൂപാഭ്യാം വിധുഭിസ്തക പാണ്ഡവ, പാണ്ഡവന്മാർ ആയിട്ടുള്ള ഞങ്ങളുടെ മക്കളൊക്കെ എവിടെ എന്തുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. 41ാമത്തെ ശ്ലോകം വരെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. ഇമേ ജനപദാ സ്പൃദ്ധാ സുപക്വഷതി വീരിത. ഈ നഗരങ്ങളും ഈ കാടും വൃന്ദാവനവും അങ്ങില്ലെങ്കിൽ പിന്നെ എന്ത് ശോഭ അവിടെ ഉണ്ടാവുക? വനാദ്രി ദുതന്നെന്തോ കേതന്തേ തവ വീക്ഷിതേ. 41 വരെയാണ് പറഞ്ഞത്. ഒന്നും അങ്ങില്ലെങ്കിൽ ശോഭയില്ല. ചെടികൾക്കുമില്ല, വൃന്ദാവനത്തിനുമില്ല, പുല്ലിനുമില്ല, കാടിനും ശോഭയില്ല. അത വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷു മേ നേകപാശമിമൻ ചിന്തിതിടം പാണ്ഡുഷു വൃഷ്ണിഷു. കൊണ്ട് സർവേശ്വര, അങ്ങ് ഇപ്പോൾ പോവുകയാണല്ലോ ആരെങ്കിലേക്ക്. ആ ഒരു ദുഃഖം ഞങ്ങളെങ്ങനെയാണ് സഹിക്കുക? ഇപ്പോൾ വിഷയം ഇവിടെ അതാണ്, ഭഗവാൻ പോവുകയാണ്. എന്താണ് ദുഃഖത്തെ ഉണ്ടാക്കി തീർക്കുന്നത്? സ്നേഹം എന്ന് പറഞ്ഞുകൂടാ, സ്നേഹപാശം ദുഃഖത്തെ ഉണ്ടാക്കുന്നു. എന്താണ് സ്നേഹവും സ്നേഹപാശവും തമ്മിലൊരു വ്യത്യാസം? എപ്പോഴും ഈ പാശം ആയിട്ട് മാറുമ്പോഴാണ് സ്നേഹം ദുഃഖമായിട്ട് വരിക. സ്നേഹമാണെങ്കിൽ അത് നമുക്ക് ഉപേക്ഷിക്കാൻ വേണമെങ്കിൽ എന്നുള്ള നിലയാണെന്നാണ്. മനസ്സിൽ സ്നേഹമുണ്ട്, അത് വിചാരം അധിഷ്ഠിതമാണെങ്കിൽ ദുഃഖിക്കാനില്ല. പാശമായിട്ട് വികാരാധിഷ്ഠിതമാകുമ്പോഴാണ് ദുഃഖമാവുക. സ്നേഹം 2 തരത്തിലുണ്ട്. ഒന്ന് വിചാരാധിഷ്ഠിതവും വികാരാധിഷ്ഠിതവും. വിചാരാധിഷ്ഠിതമാകുമ്പോൾ ഒരാൾ പോവുകയാണ്, അയാൾക്ക് ഗുണമുണ്ടെങ്കിൽ പോവന്നെ വേണ്ട കേട്ടോ, തീർച്ചയായിട്ടും നീ പോകണം, ഇത്രയും വലിയൊരു നേട്ടം നീ കളയാൻ പാടുമോ എന്ന് പറഞ്ഞ് നമ്മൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ആ പോകുന്ന ആളെ കാണിക്കരുത്. കാരണം അവൻ പോയിട്ട് ആ നേട്ടം നേടണം. അത് വിചാരാധിഷ്ഠിത സ്നേഹമാണ്. സ്നേഹമുണ്ട്, പക്ഷെ അവൻ്റെ നേട്ടത്തെ തടയാൻ ഈ സ്നേഹം അനുവദിച്ചുകൂടാ. അമ്മമാരുടെ സ്നേഹവും അച്ഛന്മാരുടെ സ്നേഹം തമ്മിലുള്ള വ്യത്യാസം അതാണെന്ന് പറയും ചിലർ. ബാക്കി കുട്ടി പോവുക ഒറ്റ ദുഃഖമേ ഉള്ളൂ, പക്ഷെ കുട്ടിക്ക് ഭാവി തടയപ്പെടാൻ പാടുമോ? അച്ഛനെന്ത് ചെയ്യും? തീർച്ചയായിട്ടും നീ പോകണം കുട്ടി, കളയരുത്. അത് വിചാരാധിഷ്ഠിതമാണ്. അപ്പോൾ ഇവിടെ സ്നേഹം പാശമാകുന്നത് അവൻ്റെ നേട്ടത്തെ കൂടി നോക്കാതെ അതൊരു വികാരാധിഷ്ഠിത സ്നേഹമാവുമ്പോൾ അത് എന്നിൽ നിന്ന് എടുത്ത് കളയണം എന്ന് പറയുകയാണ് കുന്തി ദേവി. എന്നാൽ കൃഷ്ണൻ പോയാൽ എനിക്ക് ദുഃഖിക്കേണ്ട, കാരണം കൃഷ്ണന് പോവാതെ പറ്റില്ലല്ലോ. ആ ഒരു ബോധം ഉണ്ടാക്കത്തക്ക വിധത്തിൽ എന്ത് ചെയ്യണം? സ്നേഹപാശം ചിന്തി ദുഃഖമുണ്ടാക്കുന്ന രീതിയിലുള്ള സ്നേഹരീതി ഒന്നും ഇല്ലാണ്ടാക്കണം. സ്നേഹപാശമിമം ചിന്തി. സ്നേഹം ഉണ്ടായിക്കോട്ടെ, അതൊരു പാശമായിട്ട് എന്നെ ദുഃഖിപ്പിക്കരുത്. കൃഷ്ണൻ പോണു, കൃഷ്ണൻ പോണു, കൃഷ്ണൻ പോണു. ആ ദുഃഖമില്ലാതെ സ്നേഹപാശത്തെ മുറിച്ച് സർവേശ്വര ഇവിടുന്ന് അങ്ങോട്ട് അങ്ങേ യാത്രയാക്കാനുള്ള മനസ്ഥിതി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. പാണ്ഡവന്മാരിലും മറ്റുമുള്ള ഈ സ്നേഹപാശമാണ് കൃഷ്ണൻ പോകുന്നു എന്ന ദുഃഖം ഉണ്ടാക്കുന്നത്. അത് ഒന്ന് ഇല്ലാതാക്കി തരയണമേ. ത്വയമേ അനന്യ വിഷയാ മധുപതേ സറിൽ രതിമുദ്ഗതാ ഗംഗൈവോഘമുദന്നതി. എല്ലാ ദുഃഖവും ഇല്ലാണ്ടേക്കാൻ കൃഷ്ണസ്മരണ മതി. കൃഷ്ണൻ വേണം എന്നില്ല, എല്ലാവർക്കും കൃഷ്ണനെ കിട്ടുമോ? നമുക്ക് കൃഷ്ണനെ കിട്ടിയിട്ടുണ്ടോ? അത് എളുപ്പമല്ല. പക്ഷേ കൃഷ്ണൻ്റെ സ്മരണ, അത് ഭാഗവതം വായിക്കുമ്പോഴും ഭഗവാന്റെ കഥ കേൾക്കുമ്പോഴും പറയുമ്പോഴും നമുക്ക് ഉണ്ടാവാമല്ലോ. അത് മതിയല്ലോ, സ്മരണ മതി ദുഃഖം ഇല്ലാണ്ടേക്കാൻ.
അതുകൊണ്ട് ആ സ്മരണ സദാ എനിക്കുണ്ടാവണം. ആ സ്മരണയിൽ സന്തോഷിക്കാനും കഴിയണം. അപ്പം അങ്ങ് പോയാൽ എന്തുണ്ടാവില്ല? ദുഃഖം ഉണ്ടാവില്ല. തൊയ്മേ അനന്യ വിഷയാമതി, വേറൊന്നിലും ശ്രദ്ധയില്ലാതെ അങ്ങയിൽ രമിക്കാൻ സാധിക്കുന്ന ഭക്തി. മധുപതേ സകൃത്, മതി ബുദ്ധി, മധുപതേ ഭഗവാനെ വിളിക്കുകയാണ്. മധു എന്ന അസുരനെ കൊന്നതുകൊണ്ട് മധുപതേ, അസകൃത് എല്ലായ്പ്പോഴും. എപ്പോഴെങ്കിലും ഒരു സമയത്ത് വേണ്ടതല്ല ഈശ്വരചിന്ത. അത് ആദ്യഘട്ടത്തിൽ സന്ധ്യയ്ക്ക് നാമം ചോദിച്ചു അതല്ല, എപ്പോഴും ആ ഈശ്വരസ്മരണ. രതിമുദ്ഗതാദ, അദ്ധ എന്ന് പറഞ്ഞാൽ വേഗം, എല്ലായ്പ്പോഴും ഈശ്വരസ്മരണ ഉണ്ടാവണം. ഏതുപോലെ? ഗംഗാപ്രവാഹം പോലെ. ഗംഗൈവോക മുതന്നതി, ഗംഗയിൽ മഴക്കാലത്തും വെള്ളം ഉണ്ടാവും, വേനൽക്കാലത്ത് മഞ്ഞുരുകിയിട്ട് വെള്ളം ഉണ്ടാവും. അതുപോലെ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നല്ല കാലമാണെങ്കിലും ചീത്തകാലമാണെങ്കിലും ഇതൊന്നും നോക്കാതെ എപ്പോഴും ആ ബുദ്ധി, കൃഷ്ണനിലുള്ള ഭക്തി ഞങ്ങളിൽ ഉണ്ടാവട്ടെ. കൃഷ്ണ അങ്ങനെ ഞങ്ങളുടെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കണേ. മേ മതി അനന്യ വിഷയ തൊയ്, എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് സ്തുതി ഉപസംഹരിക്കുകയാണ്. ശ്രീകൃഷ്ണ കൃഷ്ണ സഖവൃഷ്ണിഷഭാവനി ദൃഗ്രാജന്യവംശദഗനാൻ അനപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാർത്തിഹരാവതാര യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഉപസംഹാര ശ്ലോകമാണ്. ഇവിടെ കൃഷ്ണൻ എന്നുള്ള വാക്കിന് അർജുനൻ എന്നാണ് അർത്ഥം. സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മാറും സംസ്കൃതത്തിൽ. അത്രയും നല്ല അത് മലയാളത്തിലുണ്ട്. ശ്രീകൃഷ്ണ എന്ന് വിളിച്ചിരിക്കുന്നു. അവിടെ കൃഷ്ണൻ തന്നെയാണ് അർത്ഥം. കൃഷ്ണസഖ, കൃഷ്ണസഖാവ് എങ്ങനെ കൃഷ്ണനാവുക? കൃഷ്ണൻ കൃഷ്ണൻ്റെ സഖാവുക പറഞ്ഞ അർത്ഥമുണ്ടോ? അവിടെ കൃഷ്ണൻ എന്നുള്ള വാക്കിന് അർജുനൻ എന്നാണ് അർത്ഥം. ഈ കൃഷ്ണൻ്റെ പര്യായങ്ങൾ പലപ്പോഴും അർജുനന് ചേർക്കാം. വിഷ്ണും ജിഷ്ണും മഹാവിഷ്ണും. ജിഷ്ണു എന്നവിടെ വിഷ്ണുവിനെ പറഞ്ഞത്. ജിഷ്ണു പറഞ്ഞാൽ ശരിക്കും ആരാ? അർജുനനാണ്. അപ്പോൾ പരസ്പരം മാറി ഉപയോഗിക്കും. ശ്രീകൃഷ്ണ അർജുനൻ്റെ സഖാവായിട്ടുള്ളവനെ കൃഷ്ണസഖ. പിന്നെ വൃഷ്ണിഷഭ അവനി ദൃഗ്രാജന്യ വംശ, ഭൂമിയെ ദ്രോഹിക്കുന്ന രാജാക്കന്മാരെ നശിപ്പിക്കുന്നവൻ, ദുഷ്ടരാജാക്കന്മാരെ നശിപ്പിക്കുന്നവൻ. അവനി ദൃക് എന്ന് പറഞ്ഞാൽ ഭൂമിയെ ദ്രോഹിക്കുന്നവർ, അവരെ ഇല്ലാണ്ടാക്കുക. അവനി ദൃഗ്രാജന്യ വംശ, അവനിയെ ദ്രോഹിക്കുന്ന രാജാക്കന്മാരെ ദഹിപ്പിക്കുക, ഇല്ലാണ്ടാക്കുക. പിന്നെ അനപവർഗവീര്യ, ഒരിക്കലും അപവർഗവീര്യ എന്ന് വായിക്കരുത്. അപവർഗം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ മോക്ഷമാണെങ്കിലും ഇവിടെ അനപവർഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതമല്ല. ആ വാക്ക് അപവർഗമായിട്ട് ഒരു ബന്ധവുമില്ല, വിപരീതവും അല്ല. അപവർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം, അനപവർഗം എന്ന് പറഞ്ഞാലോ ക്ഷയിക്കാത്ത വീര്യമുള്ളത് എന്നാണ് അർത്ഥം. വേറൊരർത്ഥമാണ് വരിക. അതുകൊണ്ട് അപവർഗം എന്ന് വായിക്കരുത്, അനപവർഗം എന്ന് തന്നെ വായിക്കണം. രാജന്യ വംശദഹനാൻ അനപവർഗവീര്യ, അനപവർഗം നശിക്കാത്ത വീര്യമുള്ളവൻ. നമ്മുടെയൊക്കെ വീര്യമൊക്കെ വയസ്സായാൽ നശിക്കില്ലേ? ഏത് കാലത്ത് നശിച്ചില്ലെങ്കിലും വയസ്സായ വീര്യങ്ങൾ നശിച്ചു, കൈ നശിച്ചു പോയി, കാല് പോയി. പക്ഷേ ഭഗവാനും ഇങ്ങനെ എത്ര കാലം കഴിഞ്ഞാലും വീര്യം നശിക്കില്ല. അതാണ് അനപവർഗ വീര്യ. വൃഷ്ണി ഋഷഭ, വൃഷ്ണിയിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളവനെ. അവനി ദൃഗ്രാജന്യ വംശദഹനാൻ, ഭൂമിയെ ദ്രോഹിക്കുന്ന രാജാക്കന്മാരെ ഇല്ലാണ്ടാക്കുന്നവൻ, വിട്ടവധം ചെയ്യുന്നവൻ. അനപവർഗ വീര്യ, ക്ഷയിക്കാത്ത വീര്യമുള്ളവനെ. ഗോവിന്ദ, ഗോക്കളുടെ പതിയായിട്ടുള്ളവനാണ് ഗോവിന്ദൻ. ഗോവിന്ദൻ എന്നുള്ളതിന് പല അർത്ഥമുണ്ട്. ബ്രാഹ്മണര്, ദേവന്മാര്, പശുക്കൾ, ഇവരുടെയൊക്കെ നാഥൻ. ഗോദ്വിജ സുരാർത്തിഹരാവതാര, ഗോ എന്ന് പറഞ്ഞാൽ പശുക്കൾ, ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ, ഇവരുടെയൊക്കെ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുന്നവൻ. ഗോ ദ്വിജ സുരൻ, ദേവന്മാർ. ആർത്തി, ഇവരുടെയൊക്കെ ദുഃഖത്തെ, ആർത്തി പറഞ്ഞാൽ സംസ്കൃതത്തിൽ ദുഃഖം, ദുഃഖത്തെ ഇല്ലാതാക്കുന്നവനെ. യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. യോഗേശ്വരന്മാരുടെ ഗുരുവായിട്ടുള്ള സർവേശ്വര അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം.
എന്ന് പറഞ്ഞിട്ട് കുന്തിദേവി സ്തുതിച്ചു. സൂതൗവാച പൃഥയേ തങ്കളപതേ പരിണൂതാകിലോദയ മന്ദം ജഗാസ വൈകുണ്ഠോ മോഹേന്നിവമായ. പ്രകാരം പൃഥയാ കുന്തിയാൽ, ഇത്തം ഇപ്രകാരം, കളപതൈ മധുരങ്ങളായ പദങ്ങൾ കൊണ്ട്, പരിണൂതാകിലോദയ സ്തുതിക്കപ്പെട്ട മഹിമയോടുകൂടിയ, പരിണൂത അഖിലോദയ സ്തുതിക്കപ്പെട്ട മഹാത്മ്യത്തോടു കൂടിയ ഭഗവാൻ എന്ത് ചെയ്തു? ഒന്നങ്ങനെ പുഞ്ചിരിച്ചു. മന്ദം ജഹാസ വൈകുണ്ഠോ, വൈകുണ്ഠോ മന്ദം ജഹാസ, വൈകുണ്ഠൻ സാവധാനം ഒന്ന് ചിരിച്ചു. എന്നെ പറ്റിയാണല്ലേ ഇപ്പം ഇതൊക്കെ അങ്ങനെ പറയണത് എന്ന ഭാവത്തിൽ ഒന്നങ്ങനെ പുഞ്ചിരിച്ചു. മോഹ എന്നിവ മായ, മായ കൊണ്ട് മോഹിപ്പിക്കുന്നത് പോലെ. ഭഗവാന്റെ ചിരി എന്ന് പറഞ്ഞാൽ മായയാണ്, അതിൽ മോഹിക്കാത്തവർ ആരുമില്ല. അങ്ങനെ ഒന്ന് മന്ദഹാസം ചെയ്തു, മാത്രം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? താം ബാഠം എറ്റുബാമന്ത്ര്യ പ്രവിശ്യ ഗജസാക്വയം ത്രിയച്ചത്വപുരം വ്യാസ്യൻ പ്രേംണാരാജ്ഞാനിവാരിത. താം ബാഠം അങ്ങനെ ആവട്ടെ. കുന്തിദേവി ഇപ്പം എന്തേ പ്രാർത്ഥിച്ച്? എല്ലായ്പ്പോഴും ഭക്തി ഉണ്ടാവണേ, അമ്മേ അങ്ങനെ ആവട്ടെ, എപ്പോഴും എന്നിൽ ഭക്തി ഉണ്ടാവും. താം പാഠം, തഥാസ്തു എന്നുള്ളതിൻ്റെ വേറൊരു വാക്കാണ് താം പാഠം, അങ്ങനെ ആവട്ടെ. ഉപാമന്ത്ര്യ ഇപ്രകാരം പറഞ്ഞിട്ട് ഇന്ദ്രദേശത്തിലേക്ക് പോയി. ഗജാഹ്വയം ഹസ്തിനാപുരത്തെ പ്രവേശിച്ചിട്ട്, ഗജാഹ്വയം ഹസ്തിനാപുരം. സ്ത്രീയശ്ചഷ്ടപരം യാത്രജ്ഞാനിവാരിത, മറ്റുള്ള സ്ത്രീകളോടും സ്ത്രീയ യാത്ര പറഞ്ഞിട്ട്, ഉപാമന്ത്രിയ യാത്ര പറഞ്ഞിട്ട് ദ്വാരകയിലേക്ക് പോവാൻ പുറപ്പെട്ടു. നിവാരിത തടുക്കപ്പെട്ടു, യുധിഷ്ഠിരനാൽ തടുക്കപ്പെട്ടു. വരട്ടെ ഭഗവാനേ എന്ന് പറഞ്ഞു. എന്താ തടുക്കപ്പെട്ടത് നമുക്ക് പിന്നെ മനസ്സിലാവും. കൃഷ്ണനെ ധർമ്മപുത്രൻ പ്രേമം നിമിത്തം അയ്യോ കൃഷ്ണ പൂവല്ലേ എന്ന് പറഞ്ഞ് ഒന്ന് തടഞ്ഞു. രാജ്ഞാനിവാരിത താമ്പാഠമിത്തുപാമന്ത്ര്യ പ്രവിശ്യ ഗജസാഹ്വയം. അനന്യങ്ങളായിട്ടുള്ള ഭക്തി എന്നിലുണ്ടാവണം എന്ന് കുന്തി പ്രാർത്ഥിച്ചു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. രാജധാനിയുടെ ഉള്ളിൽ കടന്നു. ധർമ്മപുത്ര തടഞ്ഞു. രാജ്ഞാനിവാരിത വ്യാസാദ്ദേരീശ്വരേ കാജ്ഞേ കൃഷ്ണേന അത്ഭുതകർമ്മണ പ്രബോധിതോ വീതികാതേനാബുദ്ധ്യശുചാർപ്പിത. ഈശ്വരൻ്റെ അഭിപ്രായത്തെ അറിയാത്തവരായ വ്യാസൻ മുതലായിട്ടുള്ളവർ അവരാലും അത്ഭുതകർമ്മണ ആശ്ചര്യകർമ്മം ചെയ്യുന്നവനായിട്ടുള്ള കൃഷ്ണനാൽ പൂർവകഥകളെ കൊണ്ട് ബോധിക്കപ്പെട്ടെങ്കിലും ദുഃഖം കൊണ്ട് സഹിച്ചില്ല. കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും പഴയ ഒരു കാര്യങ്ങളെ കൊണ്ട് അവർക്ക് സന്തോഷം കിട്ടിയില്ല. ദുഃഖം അവരെ കീഴടക്കി എന്ന് പറയാണ്. പ്രബോധിതോ ഭീതികാതർ നാബുദ്ധത ശുചാർപ്പിത. ദുഃഖം അവർക്ക് ഉണ്ടായി. എല്ലാവരും ദുഃഖിച്ചു. വ്യാസൻ മുതലായിട്ടുള്ളവരെല്ലാം ദുഃഖിച്ചു എന്ന് പറയണം ഭഗവാന്റെ വിരഹത്തിൽ. ആർക്കല്ലാണ്ടിരിക്കുക. പിന്നെ ആഹരാജ ധർമ്മസുത ചിന്തയൻ സുഹൃതാംബദം പ്രാകൃതേനാത്മനാ വിപ്ര നേഹമോഹവശങ്കത. ഹേ ബ്രാഹ്മണരെ, രാജാവായിരിക്കുന്ന ധർമ്മപുത്രൻ ബന്ധുജനങ്ങളെ യുദ്ധത്തിൽ ബാധിച്ച സംഗതിയെ ഓർത്ത് വിപ്രന്മാരെ ശേനോകാദികളോട് പറയാണ് സൂതൻ. അറിവില്ലാത്ത മനസ്സുകൊണ്ട് സുഹൃത്തുക്കളുടെ വധത്തെ ചിന്തിക്കുന്നവനായ ധർമ്മപുത്രർ സ്നേഹത്തിൻ്റെയും മോഹത്തിൻ്റെയും സ്നേഹമോഹവശങ്കത ഇങ്ങനെ പറഞ്ഞു. സ്നേഹമോഹവശങ്കത തൻ്റെ ശത്രുക്കളൊക്കെ വധിക്കണമല്ലോ ഭാരതയുദ്ധത്തിൽ. അപ്പോൾ അത് ലേശം വിഷമുണ്ടാക്കി ധർമ്മപുത്രക്ക്. എങ്ങനെ ഇപ്പം അവരെയൊക്കെ കൊല്ലുക? എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. അഹോ മേ പശ്യത അജ്ഞാനം ഹൃതിരൂഢം ദുരാത്മന. അറിവില്ലാത്തതായിരിക്കുന്ന എൻ്റെ ആ ദുഷ്ടത്തരം നോക്കൂ. അഹോ മേ പശ്യത അജ്ഞാനം, ജ്ഞാനമല്ല കേട്ടോ, ആ ദീർഘണ്ട്. പശ്യതാജ്ഞാനം, അജ്ഞാനം, പശ്യതാജ്ഞാനം
എൻ്റെ അജ്ഞാനം കാണൂ, എല്ലാവരും കാണൂ. ഹൃതിരൂഢം ദുരാത്മന പാരക്യസേവ ദേഹത്യ ബഹോമ അക്ഷോഹിണീർ കഥ. ഞാൻ എത്രയെത്ര അക്ഷോഹിണി പടകളെ വധിച്ചു. ഭാരതയുദ്ധത്തിൽ കൗരവ സൈന്യത്തിൽ ലക്ഷക്കണക്കിനുള്ള അക്ഷോഹിണികൾ പടങ്ങളുണ്ടെന്നാണ്. പാണ്ഡവന്മാരഞ്ചാളേ ഉള്ളൂ, അപ്പുറത്തോ ലക്ഷക്കണക്കിന് അക്ഷോഹിണികളെയാണ് വധിച്ചത്. എന്നാൽ വധിക്കപ്പെട്ടു. അതിൻ്റെ ഒരു കുറ്റബോധം തോന്നി. പാരക്യസേവ അന്യാഹാരമായി ഭവിക്കുന്നതായിട്ടിരിക്കുന്ന ദേഹത്തിൻ്റെ ആവശ്യത്തിന്, എൻ്റെ ശരീരം കുറേ കഴിഞ്ഞാൽ കാക്കകളോ പരുന്തുകളോ തിന്നും, ഉറപ്പല്ലേ? ആ ശരീരത്തിന് വേണ്ടി ഞാൻ എത്ര ജീവനെ ഹനിച്ചു, എത്ര കൗരവരെ യുദ്ധത്തിൽ വധിച്ചു. പാരക്യസേവ വേറൊരാൾക്ക് ഭക്ഷണമായി മാറുന്ന ഈ ശരീരരക്ഷയ്ക്കായി കൊണ്ട് അക്ഷൗഹിണികതയെ വധിച്ചു എന്ന കുറ്റബോധം ധർമ്മപുത്രരെ അലട്ടുകയാണ്. അക്ഷൗഹിണിക്ക് എത്രയോ തേര, ആന, കുതിര കണക്കുണ്ട്. ഒരുപാട് വലിയ പടം അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ. അതിനെയാണ്ട് വധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കഥ? ആ ഒരു പാപം ധർമ്മപുത്രരെ അലട്ടി. ബാലത്തിജതുഗ്രൻ മിത്രപിതൃപ്രാത് ഗുരുദ്രുഹ നമേസ്യ നിരയാൻ മോട്ടോകവിവർഷായുധായുധൈ. കുട്ടി, ബ്രാഹ്മണര്, സുഹൃത്ത്, മിത്രൻ, ബന്ധുക്കൾ, അച്ഛൻ, അമ്മ, ഗുരു, അങ്ങനെയുള്ളവരൊക്കെ വധിക്കപ്പെട്ടതിലുണ്ടാവും ഇല്ലേ? ഇവരെ ഞാൻ വധിക്കല്ലേ ചെയ്തത്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഗുരുനാഥനുണ്ട്, വയസ്സായവരുണ്ട്, വന്ദിക്കപ്പെടേണ്ടവരുണ്ട്, കുട്ടികളുമുണ്ട്. യുദ്ധത്തിൽ ഇപ്പോൾ അത് നോക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു പാപം ഞാൻ എവിടെയാണ് കൊണ്ടേ വയ്ക്കുക? ഒരു തോന്നൽ. യുദ്ധം ചെയ്യുമ്പോൾ നോക്കണ്ടേ? ഇപ്പം നോക്കിയിട്ട് കാര്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ. മനുഷ്യരുടെ അവസ്ഥ കാണിക്കണേ. ചിലതൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ അത് തെറ്റായോ എന്ന് തോന്നുക. അതുകൊണ്ട് 10,000 കൊല്ലം കഴിഞ്ഞാലും എനിക്ക് മോക്ഷം കിട്ടില്ല എന്ന് ധർമ്മപുത്രർക്ക് ഇപ്പോൾ ഒരു തോന്നൽ. വർഷായുധായുധൈ 10,000 ഇൻറ്റു 10,000 കേട്ടോ. ആയുധം 10,000, ആയുധായുധം 10,000 ഇൻറ്റു 10,000 എത്രയോ വരിക കണക്കാക്കന്നെ വേണം. അത്ര വർഷം കഴിഞ്ഞാലും എത്ര ആയിക്കോട്ടെ, അത് വിഷയമല്ല. അനവധി വർഷം കഴിഞ്ഞാലും എനിക്കിനി മുക്തിയോ സുഹൃതമോ കിട്ടില്ല. ഇവരെ ഞാൻ വധിച്ചത് തെറ്റായില്ലേ എന്നൊരു തോന്നൽ ഭഗവാന്റെ മുമ്പിൽ പങ്കുവെക്കുകയാണ് ധർമ്മപുത്രർ. നൈനോ രാജ്ഞപ്രജാത് ഭർത്തുർധർമ്മയുദേവതോ ദിശാം ഇതിമേനതു ബോധായ കൽപ്പദേശാസനം വജ. ഈ ധർമ്മപുത്രരുടെ ആ സംശയത്തിനെ വിവരിക്കുകയാണ്. പ്രജകളെ ഭരിക്കുന്ന രാജാവിന് പ്രജാഭർത്തു രാജ്ഞ, പ്രജകളെ ഭരിക്കുന്ന രാജാവിന് ധർമ്മയുദ്ധത്തിൽ ശത്രുക്കളുടെ വധം പാപമല്ല. ഒരു രാജാവിൻ്റെ ധർമ്മവും സാധാരണ ആളുടെ ധർമ്മവും ഒരുപോലെ ആവണമെന്നില്ല. പലപ്പോഴും വ്യത്യാസമുണ്ട്. ശാസനം വച, ശാസിക്കുന്നതായിട്ടുള്ള വചസ് എനിക്കുണ്ട്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, യുദ്ധത്തിൽ അവരെ വധിച്ചോളൂ. അർജുനനോട് പറഞ്ഞ പോലെ ധർമ്മപുത്രരോടും പറഞ്ഞിട്ടുണ്ട്. അർജുനൻ അവിടെ എങ്ങനെ വധിക്കുന്നു വെച്ച് സംശയിച്ച് നിന്നപ്പോഴാണല്ലോ ഭഗവാൻ ഗീത ഉപദേശിച്ചത്. അർജുനന് മാത്രം കേൾക്കാനാണോ? അല്ല, ധർമ്മപുത്രരും കേട്ടു, പാണ്ഡവന്മാരും കേട്ടു, ഒക്കെ കേട്ടിട്ടുണ്ട്, ധർമ്മപുത്രരും കേട്ടിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് ആ വധം രാജാവിന് പാപമല്ല. പക്ഷെ അത് ഇപ്പോൾ ധർമ്മപുത്രർക്ക് ബോധിച്ചില്ല എന്നാണ് പറയുന്നത്. ഇതിമേ നതു ബോധായ ധർമ്മയുദ്ധേ വധോ ദിഷ. ധർമ്മയുദ്ധത്തിൽ വധം ആവാം. ശത്രുപക്ഷത്ത് നിൽക്കണവരെ വധിക്കുന്നത് തെറ്റല്ല. പിന്നെ എന്തിനാ യുദ്ധം? പ്രജകളെ ഭരിക്കുന്ന ധർമ്മയുദ്ധത്തിൽ വധം തെറ്റല്ല എന്ന വാക്യം ധർമ്മപുത്രർക്ക് ഇപ്പോൾ ബോധിച്ചില്ല എന്നാണ് പറയണത്. നിധി മേ നതു ബോധായ കൽപ്പതേ ശാസനം വച. ആ വാക്യം എൻ്റെ മനസ്സിന് സമാധാനം ഏകുന്നില്ല. അത്ര ആളെയാണ് ഞാൻ കൊന്നിരിക്കണം. അതിൻ്റെ വാക്യം അവിടെ ഉണ്ട്. ധർമ്മയുദ്ധത്തിൽ വധം തെറ്റല്ല. പക്ഷേ എനിക്ക് ആ വാക്ക് ഇപ്പോൾ എന്ത് ബോധിക്കുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണില്ല, ബോധിക്കുന്നില്ല. ആ വാക്കൊന്നും എന്നെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ പോരാ കൃഷ്ണ. എൻ്റെ അസ്വസ്ഥത എങ്ങനെ തീർക്കാം എന്നൊരു ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്.
തീണാമത്തതബന്ധൂനാം ദ്രോഹോ യോസാ വിഹേത്തിത ഇഹോത്തിത കർമ്മവിഗമേതീയർണാകൽ കൽപ്പോ വിഭോഗിതം. ഇവിടെ പറയണം മത്തതബന്ധൂനാം, എന്നാൽ ഹനിക്കപ്പെട്ട ബന്ധുക്കൾ. ഹത, ഇവിടെ ധത എന്ന് വന്നത് എങ്ങനെയാണ്? മത് പ്ലസ് ഹത. ഹത കൊല്ലപ്പെടുക, ഹനിക്കുക. കൂട്ടിച്ചേർന്നപ്പോൾ ഹ പോയിട്ട് ധതയായി. എനിക്ക് ധ വാക്കല ഹതയാണ്. മത് ഹതബന്ധൂനാം, കൂട്ടിച്ചേർന്ന സന്ധിയാണ് മത് പ്ലസ് ഹത, മദ്ദത. മത് ഹതബന്ധൂനാം ദ്രോഹോ യോസാ വിഹോത്തിത, ഹനിക്കപ്പെട്ട ബന്ധുക്കളോട് കൂടിയ സ്ത്രീകൾക്ക് ഈ യുദ്ധത്തിലുണ്ടായ ദ്രോഹം. ഇത്ര സ്ത്രീകൾ അനാഥകളായി, ഭർത്താക്കന്മാർ മരിച്ച് വിധവകളായി. ആ സ്ത്രീകളെ ഞാൻ ദ്രോഹിക്കുകയല്ലേ ചെയ്ത്. മത് ഹതബന്ധൂനാം, ബന്ധുക്കൾ മരിക്കപ്പെട്ടപ്പോൾ സ്ത്രീകൾ അനാഥകളായി, അപ്പോൾ അവർക്കൊരു ദ്രോഹമായി വന്നു. സ്ത്രീണാം മത്തതബന്ധൂനാം ദ്രോഹോ യോസാ വിഹോത്തിത, അതെനിക്ക് പാപമായിട്ട് വരില്ലേ? ഗൃഹസ്ഥാശ്രമത്തിൽ വിധിക്കപ്പെട്ട കർമ്മങ്ങളെ കൊണ്ട് ഗൃഹമേതിയെ കർമ്മഭി വ്യബോഹിതം, അത് എങ്ങനെ തീരും? ആ പാപം എങ്ങനെ തീരും? ഗൃഹമേതിയെ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ, ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ട് ഈ പാപം തീരുമോ? കൽപ്പങ്ങൾ കഴിഞ്ഞാലെങ്കോ. സ്ത്രീണാം മത്തതബന്ധൂനാം ദ്രോഹോ യോസാ വിഹോത്തിത കർമ്മഭി ഗൃഹമേതീയർണാഹങ്കൽപ്പോ വിബോഹിതം. യഥാ പങ്കേന പങ്കാംബസ്വരയാ വാതുരാകൃതം ഭൂതഹത്യാന്തദേവേകാം നയജ്ഞേർമാട്ടുമർഹതി. ഇവിടെ പറയണ ചളി കൊണ്ട് ചളി കളയാൻ പറ്റുമോ? ചളി ധാരാളം കലങ്ങിയ ഒരു വൃത്തികെട്ട വെള്ളം കൊണ്ട് കാലിൽ കുറച്ച് ചളിയായി, ആ വെള്ളം കൊണ്ട് കഴുകിയാൽ പോവുമോ? ശുദ്ധമായിട്ടുള്ള വെള്ളം കൊണ്ട് കഴുകണം വേണ്ടേ? എന്നാലേ കാലിലത്തെ അല്പമായ ചളി പോവുള്ളൂ. ഇവിടെ അതുപോലെ ഉപമയാണ്. ഈ സ്ത്രീകളെ അനാഥകളാക്കി ചിലരെ കൊന്നിട്ട് എന്ന പാപം, അത് ചളി, അത് എങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളെ കൊണ്ട് തീരുക? അതും ഒരു പാപം തന്നെയാണ് വരിക. അശ്വമേധയാഗം നടത്തുക എന്നാണ് ഇപ്പോൾ ഭഗവാൻ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതും കുതിരയെ കൊല്ലലാണ്, അവിടെയും പാപമാണ് വരുന്നത്. അപ്പോൾ അശ്വമേധയാഗം നടത്തിയിട്ട് ഈ പാപങ്ങൾ ഇല്ലാണ്ടാക്കാമെന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു അത്രേ. പക്ഷേ എനിക്കത് ബോധിക്കണില്ല. അവിടെയും നമ്മൾ കുതിരകളെ കൊല്ലണം. ഇവിടെ കൊന്നു, ആ പാപം തീരാൻ വേണ്ടി പിന്നെയും കൊല്ലുക. അതിലെന്താണ് അർത്ഥം? ന്യായമാണ്? സംശയന്യായമാണ്. ഭൂതഹത്യാം, അവിടെയും ജീവികളെ ഹത്യയില്ലേ. ഭൂതം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ. കുതിരയെ കൊല്ലണം, ആടിനെ കൊല്ലണം, യാഗത്തിൽ ഇതൊക്കെ അങ്ങനെ ചെയ്താൽ ആ പാപം പോകുമോ? യജ്ഞങ്ങൾ നടത്തിയിട്ട് ഈ പാപം ഇല്ലാണ്ടാക്കാൻ സാധിക്കുമോ എന്ന സംശയം. ഉത്തരം അടുത്ത അധ്യായത്തിലാണ്. യഥാ പങ്കേന പങ്കം എന്ന് പറഞ്ഞാൽ ചളി, അഴുക്ക്. പങ്കാംബ, ചളിയുള്ള വെള്ളത്തെയും കൊണ്ട് ചളിയെ കളയാൻ പറ്റാത്തതുപോലെ സുരയാവാ സുരാകൃതം. സുര എന്ന് പറഞ്ഞാൽ മദ്യം. മദ്യം കഴിച്ചിട്ട് ഒരാളുടെ ദോഷം കേടും തീർക്കാൻ മദ്യം കൊണ്ട് പറ്റുമോ? മദ്യം അല്ലാത്ത ഔഷധം കൊണ്ട് വേണം അതിന് ചികിത്സ ചെയ്യാൻ. മദ്യം കഴിച്ച് ലിവർ പോവുകയല്ല, എന്തെങ്കിലും തകരാറായി കിടക്കുകയാണ്, കുറേയും കൂടി മദ്യം കൊടുത്താൽ നേരെയാ പോകുമെന്ന് ചോദിക്കുകയാണ്. അത് അപകടാവല്ലേ ഉള്ളൂ കൂടുതൽ. ചളി കൊണ്ട്, ചളിവെള്ളം കൊണ്ട് കഴുകി ചളി കളയാൻ പറ്റില്ല. മദ്യം കഴിച്ച് കുഴപ്പമായിട്ടുള്ള ഒരാളെ മദ്യം കൊണ്ട് ശരിയാക്കാനോ തിരുത്താനോ പറ്റാത്ത പോലെ ഭൂതഹത്യാം, ജീവികളെ വധിച്ച് സൽക്കർമ്മം ചെയ്യുക എന്ന പേരിൽ ഇനി യാഗം നടത്തിയിട്ട് ഇതിൻ്റെ പാപം കളയാൻ പറ്റുമോ? ഉത്തരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മോത്തര ഭഗവാനെ തടഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അധ്യായം അവസാനിക്കുന്നത്. ഉത്തരം അടുത്ത അധ്യായത്തിലാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.